ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ബ്ലാക്ക് ബോക്സിനെ കുറിച്ചാണ്. ബ്ലാക്ക് ബോക്സ് എന്നുള്ള ഡിവൈസിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, അതിൻ്റെ യൂസ് എന്താണ്, അതെങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നത്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇനി ഫ്യൂച്ചറിൽ അതിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് പറ്റുമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. നമുക്ക് അതൊരു ഇൻട്രൊഡക്ഷൻ തുടങ്ങാം. ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞ ഡിവൈസ് ഒരു എയർക്രാഫ്റ്റിൽ എന്തെങ്കിലും കാരണവശാൽ ആക്സിഡന്റ് നടക്കുകയോ ക്രാഷ് ലാൻഡിങ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് നടന്നത് എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഈ ബ്ലാക്ക് ബോക്സ് എല്ലാ എയർക്രാഫ്റ്റ്സിന്റെയും ഉള്ളിലുണ്ടാവും. എല്ലാ എയർക്രാഫ്റ്റ്സ് എന്ന് വെച്ചാൽ ഫൈറ്റർ ജെറ്റ്സ് തൊട്ട് സിവിൽ ഏവിയേഷൻ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റ്സിൽ വരെ ഈ ബ്ലാക്ക് ബോക്സ് ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റ് എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടതെന്നുള്ള മിസ്റ്ററി സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ബ്ലാക്ക് ബോക്സ്. ഈ മിസ്റ്ററി സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ബ്ലാക്ക് ബോക്സിന്റെ പേര് തന്നെ ഒരു മിസ്റ്ററിയാണ്. എവിടെ നിന്നാണ് ഈ ബ്ലാക്ക് ബോക്സ് എന്നുള്ള പേര് വന്നതെന്ന് കറക്റ്റായിട്ട് ഒരു എവിഡൻസോട് കൂടി നമുക്ക് അറിയില്ല. പല തിയറീസും ഉണ്ട്. അപ്പം നമുക്കിനി ഈ ബ്ലാക്ക് ബോക്സിന്റെ ഹിസ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. 1930s ഒരു ഫ്രഞ്ച് എഞ്ചിനീയർ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ റെക്കോർഡർ ഡെവലപ്പ് ചെയ്തിരുന്നു. അത് ഒരു ഒപ്റ്റിക്കൽ ഡിവൈസ് ആയിരുന്നു. അത് എന്ത് ഡാറ്റയാണോ റെക്കോർഡ് ചെയ്യുന്നത് അത് രജിസ്റ്റർ ചെയ്യുന്നത് ഒരു ഫോട്ടോ സെൻസിറ്റീവ് ഫിലിമിലായിരുന്നു. എന്ന് വെച്ചാൽ ലൈറ്റ് സെൻസിറ്റീവ് ആയിരുന്നു. ആ ഡിവൈസിലോട്ടേക്ക് പുറത്തുള്ള ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിലത്തെ ഡാറ്റ റെക്കോർഡിങ് തെറ്റിപ്പോയിരുന്നു. അതുകൊണ്ട് ഈ ഡിവൈസ് പുറത്തത്തെ ലൈറ്റ് കടക്കാത്ത രീതിയിൽ ഒരു ബ്ലാക്ക് ബോക്സിലായിരുന്നു വെച്ചിരുന്നത്. നമ്മൾ ഈ ടോപ്പിക് ആയിട്ടുള്ള ബ്ലാക്ക് ബോക്സ് ആ പറഞ്ഞ ബ്ലാക്ക് ബോക്സിന് ഇൻസ്പിറേഷൻ കിട്ടി ഉണ്ടാക്കിയതാണെന്നാണ് ഒരു തിയറി. വേറെ 2 തിയറീസും കൂടെ ഉണ്ട് ബ്ലാക്ക് ബോക്സ് എന്ന് എങ്ങനെ പേര് വന്നതെന്ന്. അത് നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയാം. ഇനി നമുക്ക് ഈ ബ്ലാക്ക് ബോക്സിന്റെ ശരിക്കുള്ള ഹിസ്റ്ററിയിലോട്ട് കടക്കാം. 1950s ലോകത്തിലത്തെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ജെറ്റ് ആയിട്ടുള്ള ഡി ഹാവിൽട്ടൺ കോമറ്റ് ഓപ്പറേഷനിലായിട്ട് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും അത് പല ആക്സിഡൻസിലും പെടാൻ തുടങ്ങി. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഈ ആക്സിഡൻസ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അപ്പോയിന്റ് ചെയ്തു. ഇതൊക്കെ നടക്കുന്നത് ഓസ്ട്രേലിയയിലാണ് കേട്ടോ. അങ്ങനെ ഓസ്ട്രേലിയൻ ജെറ്റ് ഫ്യൂൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടർ ഡേവിഡ് വാരൻ ഹെഡ് ചെയ്തിട്ട് ഒരു ടീം നിലവിൽ വന്നു. അവര് എത്തിപ്പെട്ട ഒരു കൺക്ലൂഷനാണ് നമുക്ക് ഈ എയർക്രാഫ്റ്റ്സിൽ ഒരു റെക്കോർഡിംഗ് ഡിവൈസ് വെച്ചൂടെ എന്നുള്ളത്. അങ്ങനെ ആ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പോക്കറ്റ് റെക്കോർഡർ, ഒരു ചെറിയ ഡിവൈസ് ആണ്. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് ഇവര് ഒരു ഡിവൈസ് ഉണ്ടാക്കാൻ തീരുമാനിച്ച് അതിന്റെ ഡെവലപ്മെന്റിന്റെ പുറകെ പോയി. അതേ സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, മോസ്റ്റ്ലി പൈലറ്റ്സ് ആയിരുന്നു, അവര് ഒരു റെക്കോർഡിംഗ് ഡിവൈസ് എയർക്രാഫ്റ്റിൽ വെക്കുന്നതിനോട് എഗെയിൻസ്റ്റ് ആയിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ അവര് പറയുന്ന കേൾക്കും, അവരുടെ പ്രൈവസി അവരെ സ്പൈ ചെയ്യുന്ന പോലെ ആയി പോവും ഈ ഡിവൈസ് എന്നുള്ളതായിരുന്നു അവര് പറയുന്നത്. പക്ഷെ ഡോക്ടർ വാരനും ടീമും പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ 1956 ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് റെഡിയായി. അതിന്റെ പേര് ARL ഫ്ലൈറ്റ് മെമ്മറി യൂണിറ്റ് എന്നായിരുന്നു. അതിന് 4 മണിക്കൂറത്തെ വോയിസ് റെക്കോർഡും ഫ്ലൈറ്റ് ഇൻസ്ട്രുമെന്റ് ഡേറ്റയും കളക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ പലരും ഇതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാനോ അതിൽ കൂടുതൽ ഡെവലപ്മെന്റ് നടത്താനോ അങ്ങനെ നോക്കിയില്ല, സൈഡ് ആക്കി വെച്ചു. ബട്ട് ഈ പറഞ്ഞ എയർക്രാഫ്റ്റ്സ് ഫ്രീക്വന്റ് ആയിട്ട് ആക്സിഡൻസിൽ പെടാൻ തുടങ്ങി. ഓപ്പറേഷനിലായിട്ട് 2 വർഷം ആകുമ്പോഴത്തേക്കും 5 ആക്സിഡൻസ് ഇത് ഫേസ് ചെയ്തു. അങ്ങനെ ഓസ്ട്രേലിയ ലോകത്ത് ആദ്യമായിട്ട് ബ്ലാക്ക് ബോക്സ് എയർക്രാഫ്റ്റിൽ വെക്കേണ്ടത് മാൻഡേറ്ററി ലീഗൽ റിക്വയർമെന്റ് ആക്കി. അപ്പം ഇതാണ് ബ്ലാക്ക് ബോക്സിന്റെ ഹിസ്റ്ററി. ഇനി നമുക്ക് ഈ ബ്ലാക്ക് ബോക്സ് കാണാൻ എങ്ങനെയാണ്, അത് എന്തിനെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ നമുക്ക് നോക്കാം. ബ്ലാക്ക് ബോക്സ് പേര് ബ്ലാക്ക് ആണെങ്കിലും സംഭവം ഒരു ബ്രൈറ്റ് ഓറഞ്ച് കളറാണ്. വേറെ ഒന്നും കൊണ്ടല്ല, എന്തെങ്കിലും ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഈ സാധനം വേഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്രൈറ്റ് കളേഴ്സിൽ വെക്കുന്നത്. മാത്രമല്ല ഇതിൽ ഒരു റിഫ്ലക്റ്റീവ് കോട്ടിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ടാവും ചില പാർട്സിൽ. അപ്പം വേഗം കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഫ്ലൈറ്റിൽ 2 ബ്ലാക്ക് ബോക്സസ് ആണ് ഉണ്ടാവുക. ഒന്ന് CVR എന്ന് വെച്ചാൽ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, മറ്റേത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ. ഈ CVR വെച്ച് നമുക്ക് പൈലറ്റും കോ പൈലറ്റും എന്തായിരുന്നു സംസാരിച്ചേ, അല്ലെങ്കിൽ ഇവര് ഗ്രൗണ്ട് സ്റ്റേഷനോട് എന്തായിരുന്നു സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കോക്പിറ്റിനുള്ളിൽ നടന്ന കോൺവെർസേഷൻസ് കിട്ടും. മാത്രമല്ല എഞ്ചിനിൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും വാർണിംഗ് സിഗ്നൽസ്, സൈറൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നും മനസ്സിലാവും. പ്ലെയിന് ക്രാഷ് ആവുന്നതിന്റെ 2 മണിക്കൂർ മുന്നേ വരെയുള്ള വോയിസ് റെക്കോർഡിംഗ് നമുക്ക് CVRന് കിട്ടും. ഇനി FDR അതായത് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിന് നമുക്ക് ഫ്ലൈറ്റിലുള്ള ഓരോരോ ഇൻസ്ട്രുമെന്റ്സിന്റെ റീഡിങ്സ് കിട്ടും. അതായത് എത്ര സ്പീഡിലായിരുന്നു, എത്ര ഓൾട്ടിറ്റ്യൂഡിലായിരുന്നു ഇത് പറന്നുകൊണ്ടിരുന്നത്, അങ്ങനെയുള്ള കുറെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ഈ 2 സാധനം കൂടെ കൂടിയതാണ് ബ്ലാക്ക് ബോക്സ്. ഇത് രണ്ടും ഒരു ഫ്ലൈറ്റിന്റെ ടെയിൽ പോർഷനിലായിരിക്കും ഉണ്ടാവുക. അതായത് ഏറ്റവും ബാക്കിലാണ് ഇത് രണ്ടും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെന്തിന്റെ ബാക്കിലോട്ടേക്ക് വെച്ചതെന്ന് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഈ ബ്ലാക്ക് ബോക്സിന്റെ കോമ്പണൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലുള്ള മെയിൻ കോമ്പണൻസിൽ ഒന്ന് ഈ ഓഡിയോ റിസീവ് ചെയ്യാൻ, പിന്നെ ഒന്ന് ഈ ഓഡിയോ റിസീവ് ചെയ്തത് കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതായത് ഈ മെമ്മറി യൂണിറ്റ് എന്ന് വെച്ചാൽ ഈ കളക്ട് ചെയ്ത ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ബാക്കിയുള്ള കോമ്പണൻസ് ഒക്കെ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ ആ ക്രാഷിന്റെ ഇമ്പാക്റ്റിൽ നിന്ന് ഈ ബ്ലാക്ക് ബോക്സ് രക്ഷപ്പെടാനും അത് വേഗം റിട്രീവ് ചെയ്ത് കണ്ടുപിടിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ള കോമ്പണൻസ് ആണ്.
ഈ ബ്ലാക്ക് ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നെങ്കിൽ സ്റ്റീൽ അല്ലെങ്കിൽ ടൈറ്റേനിയം കൊണ്ടാണ്. ഇതിന് വേറൊരു ബോക്സിന്റെ കവറിങ്ങും കൂടെ കൊടുക്കും. മാത്രമല്ല ഈ ബ്ലാക്ക് ബോക്സ് ഇൻസുലേറ്റഡ് ആണ്, അതായത് ഒരു തീപിടുത്തം വല്ലതും നടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഇത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല എയർ ടൈറ്റും ആണ്, അതായത് മെമ്മറി യൂണിറ്റിലോട്ടേക്ക് വെള്ളം കിടക്കാത്ത രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന് ടെയിൽ ഭാഗത്ത്, അതായത് ബാക്കിലാണ് ഈ ബ്ലാക്ക് ബോക്സ് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്രാഷ് നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യത ടെയിൽ റീജിയനിലാണ്. അതുകൊണ്ടാണ് ഇതിനെ ബാക്കിൽ പ്ലേസ് ചെയ്യുന്നത്. മെമ്മറി യൂണിറ്റ് അല്ലാതെ ഇതിൽ മേജർ ആയിട്ടുള്ള വേറൊരു കോമ്പണന്റ് എന്ന് വെച്ചാൽ ബീക്കൺ ആണ്. ഒന്ന് അത് ഹാൻഡിലായിട്ട് ഉപയോഗിക്കാം, അല്ലാതെ ഇതിന്റെ മെയിൻ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് വെള്ളത്തിലാണ് ലാൻഡ് ആവുന്നതെങ്കിൽ ഈ ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു അൾട്രാസൗണ്ട് ജനറേറ്റ് ചെയ്യും. അതായത് വെള്ളത്തിൻ്റെ അടിയിൽ 14,000 ഫീറ്റ് താഴെയാണെങ്കിൽ കൂടെ നമുക്ക് ഈ ബീക്കറിന്റെ സിഗ്നൽസ് കിട്ടും. ഒരു സെക്കൻഡിലുള്ള രീതിയിൽ ക്രാഷ് ആയി കഴിഞ്ഞിട്ട് 30 ദിവസം വരെ നമുക്ക് ഈ സിഗ്നൽസ് കിട്ടും. ഈ ബീക്കറിലും ഒരു റിഫ്ലക്റ്റീവ് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട് വേഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ബ്ലാക്ക് ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ട് ഫ്ലൈറ്റിൽ വെക്കുകയല്ല ചെയ്യുക, നല്ല വിഗറസ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ക്രാഷിനെ സിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഹൈറ്റിൽ നിന്ന് അതിനെ ഡ്രോപ്പ് ചെയ്തിട്ട് അത് സർവൈവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ ഏകദേശം 1100 ഡിഗ്രി സെൽഷ്യസ് വരെ 1 മണിക്കൂർ ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതായത് വല്ല തീയും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ ഏവിയേഷൻ ഫ്യൂവലിന്റെയോ അല്ലെങ്കിൽ വാട്ടർ പ്രഷറോ ഇതിന് താങ്ങാൻ പറ്റുന്നുണ്ടോ എന്നും ടെസ്റ്റ് ചെയ്യും. ഇനി ഇതിന്റെ എവല്യൂഷൻ പറയുകയാണെങ്കിൽ മുന്നേ ഫസ്റ്റ് ജനറേഷൻ ബ്ലാക്ക് ബോക്സസിൽ മെറ്റൽ സ്ട്രിപ്പ് ആയിരുന്നു മെമ്മറി യൂണിറ്റിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് മാഗ്നറ്റിക് ഡിവൈസായി. പിന്നെ ഇപ്പോഴത്തെ സോളിഡ് സ്റ്റേറ്റ് മെമ്മറി ചിപ്പാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് ക്രാഷിന്റെ മുന്നേയുള്ള 2 മണിക്കൂറത്തെ കോക്പിറ്റ് വോയിസ് റെക്കോർഡും പിന്നെ 25 മണിക്കൂർ വരെയുള്ള ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡ് സേവ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള മെമ്മറി യൂണിറ്റ് ആണ് ഇപ്പം ഉള്ളത്. ഇനി ഫ്യൂച്ചറിൽ പല ഡെവലപ്മെന്റ്സും വരാൻ സാധ്യതയുണ്ട് ഈ ബ്ലാക്ക് ബോക്സിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടായിട്ട് കൂടെ പല സാഹചര്യത്തിൽ നമുക്ക് ബ്ലാക്ക് ബോക്സ് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ മലേഷ്യൻ എയർക്രാഫ്റ്റ് വെള്ളത്തിൽ ലാൻഡ് ചെയ്തായിരുന്നു, അതിന്റെ ബ്ലാക്ക് ബോക്സ് നമുക്ക് ഇതുവരെ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള ഒരു ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റ് ഡേറ്റ ഫ്ലൈറ്റിൽ തന്നെ വെക്കാതെ റിയൽ ടൈമിൽ ഒന്നെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേഷനിലോട്ടേക്കോ അല്ലെങ്കിൽ സാറ്റലൈറ്റിലോട്ടേക്കോ സെൻഡ് ചെയ്യുക. അതാവുമ്പം അഥവാ ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ കൂടെ ഈ ബ്ലാക്ക് ബോക്സ് തപ്പി നടക്കേണ്ട ആവശ്യമില്ല, എല്ലാ ഡേറ്റയും നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവും. ബട്ട് ഇതിൽ പല പ്രൈവസി ഇഷ്യൂസും പിന്നെ കോസ്റ്റ് കൺസ്ട്രെയിൻസും ഉള്ളതുകൊണ്ടാണ് അതിപ്പോൾ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് കിടക്കുന്നത്. ഇനി ഈ ബ്ലാക്ക് ബോക്സിന് പേര് വരാനുള്ള വേറെ 2 കാരണങ്ങൾ, 2 തിയറീസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന്, ഒരു ക്രാഷ് നടന്നു കഴിഞ്ഞാൽ എല്ലാം ബ്ലാക്ക് കളർ ആവും. ഓൾദോ ഇത് ഓറഞ്ച് കളർ ആണെങ്കിൽ കൂടെ സർവൈവ് ചെയ്യുന്ന പാർട്ട് മോസ്റ്റ്ലി ബ്ലാക്കേ ഉണ്ടാവും, ബ്ലാക്ക് കളർ ആയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ടാവാം ഇതിനെ ബ്ലാക്ക് ബോക്സ് എന്ന് വിളിക്കുന്നത്. ഇനി എഞ്ചിനീയറിംഗ് ടേംസിൽ പറയുകയാണെങ്കിൽ ഒരു ഡിവൈസിലോട്ടേക്ക് നമ്മൾ കുറേ ഡേറ്റ കൊടുക്കുകയാണെങ്കിൽ, അതായത് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ ബ്ലാക്ക് ബോക്സ് എന്ന് വിളിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ പേര് ബ്ലാക്ക് ബോക്സ് എന്ന് വന്നതെന്നാണ് ചിലർ പറയുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ ഇൻഫർമേഷൻ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.